Hi, hello, it's me Priya Hari Prasad. Once again, welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളോസ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ ആണ്. സോളോസ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ. ഒരുപാട് മോഡൽസ് നമ്മൾ പഠിച്ചു അല്ലേ? ഹാരോൾഡ് ഡോമർ മോഡൽ, കാൾഡർ മോഡൽ, അതേപോലെ സോളോയുടെ എക്കണോമിക് ഗ്രോത്ത് മോഡലാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിക് മോഡലാണിത്. അപ്പം ആസ് യൂഷ്വൽ ഇതും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. സോറി ഫോർ ദ ഡിലേ. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മാക്സിമം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ് സോളോസ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു എന്താണ് ഇറ്റ് ഇസ് എ നിയോ ക്ലാസിക്കൽ എക്കണോമിക് ഗ്രോത്ത് മോഡൽ. സോളോയുടെ എക്കണോമിക് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിക് ഗ്രോത്ത് മോഡൽ ആണ്. And it was developed by Robert Solow, an American economist and also a Nobel Prize winner. അല്ലെ, റോബർട്ട് സോളോ എന്ന് പറയുന്ന അമേരിക്കൻ എക്കണോമിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് മോഡലാണിത്. സോളോസ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. അദ്ദേഹം അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു നൊബേൽ പ്രൈസ് വിന്നർ ആണ്. എക്കണോമിക്സിന് 1990 തോന്നുന്നു, ആ ഇയർ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അദ്ദേഹം നൊബേൽ പ്രൈസ് വിന്നറും കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള റോബർട്ട് സോളോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിന്റെ എക്കണോമിക് ഗ്രോത്ത് മോഡലാണ് എന്നത് പറയുന്നത് സോളോസ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ. അതൊരു നിയോ ക്ലാസിക്കൽ എക്കണോമിക് ഗ്രോത്ത് മോഡലാണ്. Then modern economic growth theory is based on Robert Solo's economic growth model. അതായത് മോഡേൺ എക്കണോമിക് ഗ്രോത്ത് തിയറീസ് ഉണ്ടല്ലോ, എക്കണോമിക് ഗ്രോത്ത് തിയറീസ് മോഡേൺ തിയറീസ് ഉണ്ടല്ലോ, ആ തിയറീസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്? റോബർട്ട് സോളോയുടെ ഈ എക്കണോമിക് ഗ്രോത്ത് മോഡലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോഡൽ. ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോഡലാണ്. നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് അതിവിടെ പറയുന്നുണ്ട്. ഒരു കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ആ ഫോർമുലയൊക്കെ അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പം റോബർട്ട് സോളോയുടെ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോഡലാണ്. നിയോ ക്ലാസിക്കൽ എക്കണോമിക് ഗ്രോത്ത് തിയറിയാണ്. മോഡേൺ തിയറീസിന്റെ ബേസിസ് ആണ് ഇത്, ശരിയല്ലേ? അല്ലെങ്കിൽ മോഡേൺ എക്കണോമിക് ഗ്രോത്ത് തിയറീസ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്? സോളോയുടെ എക്കണോമിക് ഗ്രോത്ത് തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്ന് നോക്കാം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ റോബർട്ട് സോളോ ആണ്, നിയോ ക്ലാസിക്കൽ തിയറിയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു. Growth comes from adding more capital and labor inputs and also from ideas and new technology. അക്കോർഡിംഗ് ടു റോബർട്ട് സോളോ. സോളോയുടെ അഭിപ്രായത്തിൽ ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ലേബർ ഫോഴ്സ് കൂടുമ്പോൾ, ക്യാപിറ്റലിന്റെ സ്റ്റോക്ക് ഒരു കൺട്രിയിൽ കൂടുന്ന സമയത്ത്, ഓക്കെ, അതേപോലെ ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ക്യാപിറ്റലും ലേബറും കൂടുക, അതേപോലെ തന്നെ ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് വഴി എന്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്? ഗ്രോത്ത്. അങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് ആര് പറയുന്നത്? സോളോ പറയുന്നത്. മനസ്സിലായോ? അക്കോർഡിംഗ് ടു സോളോ ഗ്രോത്ത് കംസ് ഫ്രം, ഗ്രോത്ത് എവിടെ നിന്നാണ് വരുന്നത്? ആഡിങ് മോർ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇൻപുട്സ്, ലേബറും ക്യാപിറ്റൽ ഇൻപുട്സ് കൂടുതൽ ആഡ് ചെയ്യുക, ഓക്കെ, എക്കോണമിയിൽ. ഓക്കെ, അതേപോലെ തന്നെ ആൻഡ് ഓൾസോ ഫ്രം ഐഡിയാസ് ആൻഡ് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജീസ്, പുതിയ ഐഡിയാസ് അല്ലെ, ഇതെല്ലാം വരിക. ഇതിലൂടെ എന്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്? ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് സോളോ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇൻപുട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോഡൽ ആണ്. ഓക്കെ, സോളോസ് എക്കണോമിക് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോഡൽ തന്നെയാണ്. Then a sustained rise in capital investment increases the growth rate temporarily. അപ്പൊ സസ്റ്റെയിൻഡ് സ്ഥിരമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ K/L റേഷ്യോ ഗോസ് അപ്പ്. K/L റേഷ്യോ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള റൈസ് ഇൻ ക്യാപിറ്റൽ, സുസ്ഥിരമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലുള്ള ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുസ്ഥിരമായിട്ട്, അപ്പൊ ടെമ്പററി ആയിട്ട് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ദെൻ അത് എന്ന് വെച്ചാൽ അതിന് അതിന്റെ അർത്ഥം K/L റേഷ്യോ എന്താ ചെയ്യുന്നത്? ഗോസ് അപ്പ് അല്ലെ. K/L റേഷ്യോ, ക്യാപിറ്റൽ ലേബർ റേഷ്യോ മുകളിലോട്ട് കൂടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്ത് എന്ന് പറയുന്നത്, സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാത്ത് വേണമെങ്കിൽ എന്തൊക്കെ കൂടണം എന്നാ പറയുന്നത് അറിയാമോ? Q എന്ന് വെച്ചാൽ ഔട്ട്പുട്ട്, C ക്യാപിറ്റൽ, L ലേബർ. അപ്പൊ ഔട്ട്പുട്ട്, ക്യാപിറ്റൽ ആൻഡ് ലേബർ ആർ ഓൾ ഗ്രോയിങ് ദ സെയിം റേറ്റ്.
ഔട്ട്പുട്ടും ക്യാപിറ്റലും ലേബറും ഇതെല്ലാം ഒരുമിച്ച് ഒരേ റേറ്റിൽ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് എക്കോണമിയിൽ ഉണ്ടാവുമെന്ന് ആര് പറയുന്നു? സോളോ പറയുന്നു. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ മോഡലിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അസംഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാമത്. അപ്പം സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്ത് എന്ന് പറയുന്നത് എന്തൊക്കെ? സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാത്ത് വേണമെങ്കിൽ എന്തൊക്കെ കൂടണം? ക്യൂ, സി ആൻഡ് എൽ, ഔട്ട്പുട്ടും ക്യാപിറ്റലും ലേബറും എല്ലാം ഒരുമിച്ച് എന്ത് ചെയ്യണം? കൂടണം അല്ലെ. ക്യൂ, സി ആൻഡ് എൽ ആർ ഓൾ ഗ്രോയിങ് ദ സെയിം റേറ്റ്. ക്യാപിറ്റലും ലേബറും അതേപോലെ ഔട്ട്പുട്ടും എല്ലാം സെയിം റേറ്റിൽ ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് പാത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഓരോ എക്കോണമിക്കും. മനസ്സിലായല്ലോ? ദെൻ അതേപോലെ തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് ഇൻക്രീസ് ഇൻ ലേബർ സപ്ലൈ ആവശ്യമാണ്. പ്ലസ് ഹയർ ലേബർ ആൻഡ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി. ലേബർ സപ്ലൈ കൂടുകയും വേണം, അതിന്റെ കൂടെ തന്നെ ഹയർ ലേബർ ആൻഡ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുകയും വേണം? കൂടുകയും വേണം. മനസ്സിലായോ? അപ്പോഴേ ഒരു നല്ലൊരു ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എക്കണോമിക് ഗ്രോത്തിന് ആവശ്യം? ഒരു കൺട്രിക്ക് ആവശ്യം എന്താണ്? ഇൻക്രീസ് ഇൻ ലേബർ സപ്ലൈ പ്ലസ് ഹയർ ലേബർ ആൻഡ് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി. ലേബർ സപ്ലൈ കൂടുകയും ലേബർ ആൻഡ് ക്യാപിറ്റൽ, ലേബറുടെയും ക്യാപിറ്റലുടെയും ഉൽപാദനക്ഷമത ഉയർന്നുമിരിക്കണം. ഇത് രണ്ടുമാണെങ്കിൽ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു. മനസ്സിലായോ? ഇനി അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഏത് കാര്യം പറയുന്നുണ്ട്? കോപ്ഡഗ്ലസ് ഫോർമുല ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. Q is equal to A K raised to A L raised to B അല്ലേ? കോപ്ഡഗ്ലസ് ഫോർമുല പഠിച്ചിട്ടില്ല, അത് നമ്മൾ അതിനകത്ത് പഠിച്ചിരിക്കുന്നത് Q is equal to K L raised to A C raised to 1 minus A എന്നാണ് പഠിച്ചിരിക്കുന്നത്. കാര്യം ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ A K raised to A L raised to B. അതിന് Q നമുക്കറിയാം, Q denotes level of output. A എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺസ്റ്റന്റ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് കോഎഫിഷ്യന്റ് ആണ് A എന്ന് പറയുന്നത്. ദെൻ K എന്ന് പറയുന്നത് ക്യാപിറ്റൽ, L എന്ന് പറയുന്നത് എന്താണ്? ലേബർ. അപ്പം നമുക്കറിയാം എന്താണ് ലേബർ സപ്ലൈ കൂടണം എന്ന് പറഞ്ഞാൽ എന്താണ് 3/4 ലേബർ സപ്ലൈ കൂടുകയും ക്യാപിറ്റൽ റിമൈനിങ് പോർഷൻ കൂടുകയും വേണം എന്തിന്? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ എന്നാണ് ആര് പറയുന്നത്? സോളോ പറയുന്നത്. മനസ്സിലായോ? നമുക്കറിയാം കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലേബറുടെ കോൺട്രിബ്യൂഷൻ 3/4 ക്യാപിറ്റലിന്റെ എത്രയാണ്? റിമൈനിങ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ പറയുന്ന ലേബർ ഫോഴ്സ് കൂടണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. A K raised to A C L raised to B എന്ന് വെച്ചാൽ A plus B 1 ആണ്. ഇപ്പൊ എയും ബിയും ലെസ് ദാൻ 1 ആണ്. പക്ഷെ ലേബറുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം ആ കോപ്ഡഗ്ലസ് ഫോർമുല ഒന്ന് അദ്ദേഹം എന്താണ് യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ലേ ലേബർ സപ്ലൈ കൂടണം പ്ലസ് എന്തും വേണം? ക്യാപിറ്റലുടെയും ലേബറുടെയും പ്രൊഡക്ടിവിറ്റിയും കൂടണം. എന്തിനു വേണ്ടിയിട്ട്? എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് GN ഈസ് ഈക്വൽ ടു GW ആകുമ്പോഴാണ്. എന്താണ് GN? നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. GN എന്താണ്? നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ, ഞാൻ സ്പേസിന്റെ പ്രോബ്ലം കൊണ്ട് ചെയ്തില്ലെന്ന് മാത്രം. ഓക്കെ, അപ്പൊ GN ഇങ്ങനെ എഴുതണം. ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു GN ഈസ് ഈക്വൽ ടു GW അക്കോർഡിംഗ് ടു ഹൂം? അക്കോർഡിംഗ് ടു സോളോയുടെ അഭിപ്രായത്തിൽ അല്ലെ. അപ്പൊ എന്താണ്? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ GN ഡിനോട്ട്സ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആൻഡ് GW ഡിനോട്ട്സ് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് എഴുതണം അല്ലെ. നാച്ചുറൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് ഒരു എക്കോണമിക്ക് അല്ലെ. എപ്പോഴാണ് ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത്? നാച്ചുറൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആകുമ്പോൾ. ഓക്കെ, അപ്പം ഞാൻ അവിടെ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. സോളോയുടെ ഗ്രോത്ത് മോഡലിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് GN ഈസ് ഈക്വൽ ടു GW ആണെന്ന്. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, സോളോയുടെ കാര്യം എന്ന് പറയുമ്പോൾ. അപ്പൊ നാച്ചുറൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം ഗ്രോത്ത് റേറ്റ് എക്കോണമിയിൽ ആ ഒരു പൊസിഷൻ എത്തുന്നത് അല്ലെ എന്ന് പറയുന്നു. ഓക്കെ, GN ഈസ് ഈക്വൽ ടു GW. ഓക്കെ, അത് കഴിഞ്ഞിട്ട് GN എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ലേബർ ഫോഴ്സ് ആണ്. അതായത് ലേബർ ഫോഴ്സ് കൂടുന്തോറും എന്ത് കൂടുമെന്നാ പറയുന്നത്? നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. അപ്പൊ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലേബർ ഫോഴ്സ്. നാച്ചുറൽ ലേബർ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ലേബർ ഫോഴ്സിനെ. ഓക്കെ, എന്ന് വെച്ചാൽ ലേബർ ഫോഴ്സ് കൂടിയാൽ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യും? കൂടുമെന്ന് ആര് പറയുന്നു? സോളോ പറയുന്നു. അതേപോലെ GW എന്ന് പറയുന്നത് റിലേറ്റ്സ് ടു GW എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ക്യാപിറ്റൽ. അതായത് വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റലും എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പം വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എന്താണ്? ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ക്യാപിറ്റൽ ആൻഡ്
ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് കൂടണമെങ്കിൽ ക്യാപിറ്റലിലും ഇൻവെസ്റ്റ്മെന്റിലും വർധനവുണ്ടായാൽ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് കൂടും. ഓക്കെ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ലേബർ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ലേബർ ഫോഴ്സ് കൂടിയാൽ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് കൂടും. എഴുതാൻ പറ്റില്ലേ? അതേപോലെ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലും കൂടിയാൽ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് കൂടും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മളൊരു കണ്ട ഇത്രയും കാര്യങ്ങൾ എഴുതി അല്ലേ? അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളും കൂടെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും അസംഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഈ സോളോയുടെ ഗ്രോത്ത് മോഡലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഈ പോയിന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അസംഷൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പല ടെക്സ്റ്റിൽ പല പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കിക്കോളൂ. നമുക്കറിയാം രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലേബറും ക്യാപിറ്റലും. സോളോയുടെ മോഡലിൽ അസ്യൂം ചെയ്യുന്നത് അല്ലെ, 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ട്. ലേബറിനെ ക്യാപിറ്റലും എന്തുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. ലേബറിന് പകരം ക്യാപിറ്റൽ, ക്യാപിറ്റലിന് പകരം ലേബർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം അസ്യൂം ചെയ്യുന്നു. Then y is equal to f of kl. y എന്ന് പറയുന്നത് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെ. അതെന്ന് പറയുന്നത് എഫ് ഓഫ് കെ എൽ, കെയും എല്ലിന്റെയും ഫംഗ്ഷൻ ആണ്. എന്താണ് കെ? കെ ക്യാപിറ്റൽ, എൽ എന്ന് പറയുന്നത് ലേബർ. അപ്പൊ എത്രത്തോളം ലേബറും ക്യാപിറ്റലും ഉണ്ടോ അത്രത്തോളം എന്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നു, അത്രത്തോളം y ഉണ്ടാവും, ഇൻകം ഉണ്ടാവും, അല്ലെങ്കിൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുമെന്ന് അദ്ദേഹം അസ്യൂം ചെയ്യുന്നു. ദെൻ CRS ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെ. അതറിയാലോ നിങ്ങൾക്ക്. ലെവൽ ഓഫ് ഇൻപുട്ട് എത്ര കൂടുന്നു അതേപോലെ സെയിം ലെവലിലായിരിക്കും എന്ത് കൂടുക? ഔട്ട്പുട്ടും കൂടുക. അതാണ് ഈ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. കാൾഡറുടെ മോഡലിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ CRS എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ലെവൽ ഓഫ് ഇൻപുട്ട് എത്രത്തോളം ആണോ നമ്മൾ കൂട്ടുന്നത് അതിനനുസരിച്ചിട്ട് അതേപോലെ ആയിരിക്കും ഔട്ട്പുട്ടും കൂടുന്നത്. മനസ്സിലായോ? സെയിം പ്രൊപ്പോർഷനിൽ പോകും. അതാണ് ഈ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു പറഞ്ഞത്. ദെൻ നമുക്കറിയാം ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണല്ലോ. അപ്പൊ ലേബറും ക്യാപിറ്റലും എത്രയാണോ കൂട്ടുന്നത് അതിനനുസരിച്ച് ഔട്ട്പുട്ടും കൂടുമെന്നാണ് പറയുന്നത്. ദെൻ ഫുൾ എംപ്ലോയ്മെന്റ്, എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആണ് അസ്യൂം ചെയ്യുന്നത്. അതേപോലെ തന്നെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി അസ്യൂം ചെയ്യുന്നുണ്ട്. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, വേജ് പ്രൈസും എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആണെന്നും കൂടി അസ്യൂം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, ലേബർ ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് കെ എൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് ആണ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. അദ്ദേഹം പറയുന്നത് കൺട്രീസ് വിത്ത് ഡിഫറെന്റ് സേവിംഗ് റേറ്റ്സ് ഹാവ് ഡിഫറെന്റ് സ്റ്റഡി സ്റ്റേറ്റ്സ്. അതായത് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് റേറ്റ് എങ്ങനെയാ പോകുന്നത് ആ ഒരു രീതി. അപ്പം ഓരോ കൺട്രിയിലും ഡിഫറെന്റ് സേവിംഗ് റേറ്റ്സ് ആണെങ്കിൽ ഡിഫറെന്റ് സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. സേവിംഗ് റേറ്റ് ഓരോ കൺട്രിയിലും വ്യത്യാസമായിരിക്കുമല്ലോ. എന്താണ് സേവിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സേവ് ചെയ്യുന്നു, അപ്പോൾ ഓരോ കൺട്രിയിലും ജനങ്ങൾ എത്ര സേവ് ചെയ്യുന്നു. അപ്പൊ ആ സേവിംഗ് റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും ഓരോ കൺട്രിയിലും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സേവിംഗ് റേറ്റ് ഉള്ള കൺട്രീസിൽ ഡിഫറെന്റ് സ്റ്റഡി സ്റ്റേറ്റ് ആണ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഗ്രോത്ത് റേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്ന് വെച്ചാൽ സേവിംഗ് റേറ്റ്സ് ആർ ഡിഫറെന്റ്, അത്രയേ ഉള്ളൂ. ഓരോ കൺട്രീസിന്റെയും സേവിംഗ് റേറ്റ്സ് ഡിഫറെന്റ് ആണെങ്കിൽ എക്കണോമിക് ഗ്രോത്തും ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഇനി ഗ്രോത്ത് വിൽ ബി ലോ, അതായത് എക്കണോമിക് ഗ്രോത്ത് ലോ ആയിരിക്കും. ഏത് കൺട്രിക്കാണെന്ന് അറിയാമോ? ദെൻ ലോവർ ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറഞ്ഞ കൺട്രീസിനൊക്കെ എക്കണോമിക് ഗ്രോത്ത് ലോ ആയിരിക്കും. അത് നേരെ തിരിച്ചും. ഇനി ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഹൈ ആണെങ്കിൽ അവിടെ എക്കണോമിക് ഗ്രോത്ത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ലോ ആണെങ്കിൽ എക്കണോമിക് ഗ്രോത്തും ലോ ആയിരിക്കും. അപ്പൊ ഏത് കൺട്രിയിലും ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറവാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് കുറവും, അതേപോലെ ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഹൈ ആണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്തുമായിരിക്കും? ഹൈയും ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, ദെൻ സെയിം പോപ്പുലേഷൻ ഗ്രോത്ത്, സെയിം സേവിംഗ് റേറ്റ് ആൻഡ് സെയിം ഡിപ്രീസിയേഷൻ. ചില കൺട്രീസിൽ ഒരേപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ ജി എന്ന് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ് കേട്ടോ. അതേപോലെ സേവിംഗ് റേറ്റ് എസ്, അതേപോലെ ഡി ഡിപ്രീസിയേഷൻ. ഇതെല്ലാം സെയിം ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? സെയിം സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഗ്രോത്ത് റേറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ ഗ്രോത്ത് റേറ്റ് കൺട്രീസ് തമ്മിലുള്ള ഗ്രോത്ത് റേറ്റിനെ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കൂടെ നമുക്കിവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഡിഫറെന്റ് ആവുന്നു? സേവിംഗ് റേറ്റ് ഓരോ കൺട്രിയിലും സേവിംഗ് റേറ്റ് ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് ഗ്രോത്ത് റേറ്റ് ഡിഫറെന്റ് ആവുന്നു. ഓക്കെ, ഇനി ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറവാണെങ്കിൽ ആ കൺട്രിയിലെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ലോ ആയിരിക്കും, കുറവായിരിക്കും അല്ലെ. ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഹൈ ആണെങ്കിൽ എക്കണോമിക് ഗ്രോത്തും ഹൈ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതുകൂടാതെ
countries with same growth, population growth rate, same saving rate, same depreciation rate. ഇങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്തും സേവിങ്ങും ഡിപ്രീസിയേഷനും എല്ലാം സെയിം ആയിട്ടുള്ള കൺട്രീസ് ഉണ്ടെങ്കിൽ ആ കൺട്രീസിലൊക്കെ എക്കണോമിക് ഗ്രോത്ത് സ്റ്റഡി സ്റ്റേറ്റ് സെയിം ആയിരിക്കുമെന്ന് ആര് പറയുന്നു? റോബർട്ട് സോളോ പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക, ഇതെല്ലാം ഫീച്ചേഴ്സ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തൊട്ട് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇതെല്ലാം അസംഷൻസ് ആയിട്ട് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ GN എന്താണ്, GW എന്താണ്, അത് എങ്ങനെ ഈക്വൽ ആവുന്നു, ഓക്കെ, അത് ഈക്വൽ ആകുമ്പോഴാണ് ഈക്വലിബ്രിയം, GN എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അദ്ദേഹം പറഞ്ഞ ഈ കൺക്ലൂഷൻ പോലെ ഇതും എഴുതാം. മനസ്സിലായോ? അപ്പൊ ഞാൻ തീർത്തും ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് തന്നിരിക്കുന്നത്. സോളോയുടെ എക്കണോമിക് ഗ്രോത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോം ഒക്കെ എനിക്ക് അവൈലബിൾ അല്ല. കാരണം എന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് മാക്സിമം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ സോളോ പറഞ്ഞിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഊന്നി പറയുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം എനിക്ക് ഫർദർ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. ഇതിന്റെ ഡയഗ്രാമോ അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനോ ഇതൊന്നും എൻ്റെ കയ്യിൽ കറന്റ്ലി അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഞാൻ സിമ്പിൾ ആയിട്ട്, അത് എത്ര സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് അതുപോലെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് 2-3 പ്രാവശ്യം കേട്ട് നോക്കുക. അപ്പൊ എന്തായാലും സോളോയുടെ ഗ്രോത്ത് മോഡലിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ട്രൈ ടു ഫോളോ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പം വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ആരും മറക്കരുത്. ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ മനസ്സിലായെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് കേൾക്കാനായിട്ട് മാത്രം ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. താങ്ക്സ് അലോട്ട്. ടേക്ക് കെയർ. ബൈ.